ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ തക്കാളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തക്കാളി കറിക്ക് നമുക്ക് ആദ്യം തന്നെ ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ തക്കാളി അരിഞ്ഞ് വെച്ചേക്കണം. സവാള എടുക്കുന്നതിൻ്റെ കൂടുതലായിട്ട് തന്നെ വേണം നമ്മൾ തക്കാളി എടുക്കാനായിട്ട്, എങ്കിലേ നമുക്ക് തക്കാളിയുടെ ടേസ്റ്റ് മുമ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പാൻ ചൂടാക്കി അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ടൊന്ന് ഇളക്കി വാട്ടി കൊടുക്കണം. വാട്ടി ഏകദേശം ഈ പരുവാകുമ്പോഴത്തേക്കും ഇതിൽ കൂടുതൽ വരണ്ടാലും കുഴപ്പമില്ല. സവാള എത്ര നല്ലപോലെ വഴന്ന് കിട്ടുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പം തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ആ തക്കാളി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി നല്ലതുപോലെ വാടി വരണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് രണ്ടും കൂടെ വാടി കിട്ടും. ഈ വരേണ്ടത് ഈ പരുവാകുമ്പോഴത്തേക്കും രണ്ടും കൂടെ ഏകദേശം ഒരു ബ്രൗൺ കളർ, റെഡിഷ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ രണ്ട് പൊടി മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. മസാല വേണ്ടുന്നവർക്ക് മാത്രം അതിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി നല്ലതുപോലെ ഉടച്ച് കിട്ടണം. നമുക്ക് ഒന്ന് നല്ലപോലെ ഉക്കുന്ന കണക്കൊക്കെ ഒന്ന് ഉടച്ചൊന്ന് എടുക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്കിനി ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഒന്ന് ലൂസാക്കി കൊടുക്കാം. ഇപ്പം നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, ഒന്ന് ലൂസാക്കി കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതൊക്കെ നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ആയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നമുക്ക് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.